എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ക്രിസ്മസ് കഴിഞ്ഞു, ഇനി ന്യൂ ഇയറിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും അല്ലേ. ന്യൂ ഇയറിന് അങ്ങനെ ആർക്കും അവധിയൊന്നും കിട്ടില്ല, എങ്കിലും ചിലരൊക്കെ ലീവ് എടുത്ത് ആഘോഷിക്കും അല്ലേ. അപ്പോൾ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു മരുന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജൈവ കീടനാശിനി. അപ്പോൾ ഇലകൾക്കൊക്കെ ഒരു ഭേദം വന്നിട്ടുണ്ട് കേട്ടോ. പതിവായി അടിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ കേട്ടോ. പതിവായി സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്താ പറയുക, കഴിഞ്ഞ വീഡിയോ ഒന്നും ആരും കണ്ടില്ല കേട്ടോ. കാരണം എനിക്കറിയാം അത് ഉടായ്പ വീഡിയോ ആണ്. അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ ട്രൈപോഡില്ലല്ലോ, ബുധനാഴ്ച വരുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല ചെടികൾ മാറ്റി നടണതും അങ്ങനത്തെ വീഡിയോകളൊക്കെ ഇടാം കേട്ടോ. വളങ്ങൾ കൊടുക്കുന്നതും ഒക്കെ ഇടാം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോണത്, നമ്മുടെ ഡിസംബർ തീരാൻ പോകുന്നു അല്ലേ. 2025 ഡിസംബർ 2 ദിവസത്തിനുള്ളിൽ തീർന്നു പോകും. എന്നിട്ട് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. പുതിയ വർഷമാകുമ്പോൾ എന്താണ്, എല്ലാവരും കുറേ സത്യപ്രതിജ്ഞകളൊക്കെ എടുക്കൂലേ. ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, ഡയറ്റിങ് ചെയ്യും, നടക്കാൻ പോകും. പക്ഷേ ഒന്നും നടക്കില്ലല്ലോ, ഒരാഴ്ച കഴിയുമ്പോൾ അതൊക്കെ നിർത്തും. അപ്പോൾ നമ്മൾ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് നല്ലോണം മുന്നോട്ട് കൊണ്ടുപോകട്ടെ, അല്ലെങ്കിൽ എടുക്കാണ്ടിരിക്കുക, അതാണ് നല്ലത്. അതുകൊണ്ട് പുതുവർഷമായിട്ട് എങ്ങനെ പുതിയ തീരുമാനങ്ങളൊന്നും എനിക്കില്ല, എന്നും ഉള്ളതുപോലെ തന്നെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കണം. പിന്നെ ഞാൻ ഈ 2025 ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, 2025 പറയുകയാണെങ്കിൽ ഇതാ ഒരാളതേ അടീനിയെ നശിപ്പിക്കാനായിട്ട് കയറിയിരിക്കുന്നു. 2025 പറയുകയാണെങ്കിൽ എന്താണ് പറയേണ്ടത്, എല്ലാവർക്കും നല്ലതും ചീത്തയുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ. എല്ലാവരും ദുഃഖങ്ങളുണ്ടാവും, നമ്മൾ വേർപെട്ട് പോയിട്ടുണ്ടാവും, ചിലരൊക്കെ നമ്മളെ എന്താ പറയുക സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം 2025 എനിക്ക് നല്ല സന്തോഷം നൽകിയ ഒരു വർഷമാണ് കേട്ടോ. ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എങ്കിലും അതിനേക്കാൾ കൂടുതൽ മുൻതൂക്കം സന്തോഷങ്ങൾക്കാണ്. എന്താണ് സന്തോഷം? ഒന്ന്, എൻ്റെ മോളുടെ കല്യാണം 2025 ഡിസംബർ 15-ാം തീയതിയായിരുന്നു. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. പിന്നെന്താ, യൂട്യൂബിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ട് വരുമാനം കിട്ടി. ഇത്രയും നാളും നമ്മൾ ചെയ്ത പ്രയത്നത്തിനൊരു ഫലം കിട്ടിയത് 2025-ലാണ്. അതും ഒരു വലിയ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ 2 സന്തോഷങ്ങളാണ് എനിക്കുണ്ടായത്. കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ, നല്ലൊരു മോനെ കൂടെ കിട്ടി. മോള് സുഖമായും സന്തോഷമായിട്ടും ഇരിക്കുന്നു. അതൊക്കെ വലിയ സന്തോഷങ്ങളുള്ള കാര്യങ്ങളാണല്ലോ. പിന്നെ ഞങ്ങൾ ആ കല്യാണത്തിന് ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഉണ്ടായ ഒരു സന്തോഷം, അതിപ്പോഴും വളരെ നല്ലൊരു ഓർമ്മകളായിട്ട് എപ്പോഴും മനസ്സിൽ നിൽക്കും. അങ്ങനെ 2 നല്ല കാര്യങ്ങളാണ് എനിക്ക് 2025 ഉണ്ടായത്. പിന്നെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വർഷങ്ങളായിട്ട് കാണാതിരുന്ന സ്കൂൾ ഫ്രണ്ട്സിനെ എല്ലാം കാണാൻ പറ്റി. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടുമുട്ടി, എല്ലാവരും ഞങ്ങളുടെ സ്കൂളിലൊന്ന് പോയി സന്തോഷിച്ചു. അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പൂ അങ്ങനെ വിരിഞ്ഞ് വരണേ ഉള്ളൂ കേട്ടോ, നേരം വിളിച്ചായിട്ടേ ഉള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞാൽ പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ തുടങ്ങും. പിന്നെ എനിക്ക് വോയിസ് കൊടുക്കാത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ രാവിലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. പിന്നെ ചെടികളൊക്കെ നോക്കാനായിട്ട് രാവിലെ തന്നെ ഇറങ്ങും. അപ്പോൾ തന്നെ നിങ്ങളോട് ഇതൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് നമുക്ക് ജീവിതത്തിൽ ഓരോ വർഷങ്ങളിലും ദുഃഖങ്ങളും നമ്മളെ വേർപിരിഞ്ഞു പോണ ആൾക്കാർ, പ്രിയപ്പെട്ടവരല്ലാത്തവർ ഒക്കെ ഉണ്ടാവും. എന്താ പറയുക, സിനിമാ നടന്മാർ, വലിയ സമൂഹത്തിൽ വേറെ ഉയർന്ന നിലയിൽ നിൽക്കണവർ, അങ്ങനെ പലരും, അല്ലാതെ സാധാരണക്കാർ, നമ്മുടെ സ്വന്തക്കാർ, അങ്ങനെയൊക്കെ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതിനേക്കാളേറെ സന്തോഷം ഓർക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിന് നിങ്ങളോട് പറയാനായിട്ട് ഇഷ്ടം. നമ്മുടെ ദുഃഖങ്ങൾ കേൾക്കാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല അല്ലേ, സന്തോഷം കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഇപ്പോൾ 2025 അങ്ങനെ അവസാനിക്കുന്നു. ഇനി എല്ലാവർക്കും അടുത്ത വർഷം നല്ലൊരു വർഷമാവട്ടെ. ഇതുപോലുള്ള സന്തോഷങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ, എനിക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെയൊക്കെ സംഭവിക്കട്ടെ. ഇത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ. വളരെ ചെറിയ വീഡിയോയാണ്, ആരും കാണില്ല എന്നറിയാം, എങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുകയാണ് നിങ്ങളോട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇന്നലെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീനിങ് ആയിരുന്നു കേട്ടോ. ചെടികളൊക്കെ ഒന്ന് മാറ്റിയൊക്കെ വെച്ചു. പുതിയ വർഷം വരികയല്ലേ, അപ്പോൾ ഒന്ന് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചു. പുല്ലൊക്കെ കുറച്ച് പ്രേമചേട്ടൻ കളഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തിരി വലിയ ബുദ്ധിമുട്ടാണ്, എപ്പോഴും പുല്ല് മുളച്ചുകൊണ്ടേ ഇരിക്കും. ഈ ടൈൽസിൻ്റെ ഉള്ളിലാണ് എപ്പോഴും പുല്ല് വരാട്ടോ. കുറേയൊക്കെ കളഞ്ഞു. ഇവിടുത്തെ കുറേ കാട് പിടിച്ച പുല്ല്, പൂച്ചക്കുട്ടി കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെ പുല്ലൊക്കെ ഒരുവിധമൊക്കെ കളഞ്ഞിട്ടുണ്ട്.
പൂർണ്ണമായിട്ടും കളയാനായിട്ട് പാടാണ് കേട്ടോ. ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് വീണ്ടും മുളച്ച് വരും. അവിടെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു, അതിൻ്റെ വേരാണത് കേട്ടോ. അതിന് മേളിലായിട്ട് ഞാൻ കുറച്ച് ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയപ്പോൾ കാണാനായിട്ട്. പിന്നെ ഒരു കുഴപ്പം നമ്മളെന്താ പറയുക, കൊങ്ങിണി ചെടിയുടെ കൊമ്പ് നട്ടിട്ടുണ്ടായിരുന്നല്ലോ പൈപ്പിൽ, അത് പറഞ്ഞിട്ട് പറിച്ചു കളഞ്ഞു. ഉണങ്ങിയ ചെടിയാണെന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ വേറെ ചെടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ ഒരു ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നടന്ന് വന്ന് രണ്ട് മുറ്റത്തിൻ്റെ അല്ല ഒരു മുറ്റത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ചെടികൾ വെച്ചിട്ട് ഇങ്ങനെയാണ് കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ. നേരെ കാണുമ്പോഴാണ് കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെടികളെ സ്നേഹിക്കുക, മൃഗങ്ങളെ സ്നേഹിക്കുക, സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കുക കേട്ടോ. പുതിയൊരു വർഷം എല്ലാവർക്കും 2026 എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. ഈ ലോകത്തെ എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ നമുക്കിനി അടുത്ത വർഷം കാണാം. അടുത്ത വർഷം ഇനി വീഡിയോ ഇടുള്ളൂ കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ടാറ്റാ.